ഗുഡ് മോർണിംഗ്. ഞാനും ബിജിയും കൂടെ രാവിലെ, ഞങ്ങൾ രണ്ടുപേരുമല്ല, വേറെ രണ്ടുപേരും കൂടെ ഉണ്ട്. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്, ജെറുസലേം ബെത്ലഹേം പോവുകയാണ്. ഞാനൊന്ന് പോയിട്ടുണ്ട്, ബിജി വന്നിട്ട് ആദ്യമായിട്ടാണ് പോകുന്നത്, അല്ല ബിജി? അപ്പോൾ ഞങ്ങൾ പോകാൻ തീരുമാനിച്ചുകൊണ്ടാണോ എന്നറിയത്തില്ല, ഇന്ന് പതിവില്ലാതെ ഒരു മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ല തണുപ്പായിരിക്കും. അപ്പോൾ ശരി, പോകുന്ന വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാവേ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു 1.5 മണിക്കൂർ എടുക്കുമെന്ന് തോന്നുന്നു കേട്ടോ എത്താൻ. ആദ്യം ഞങ്ങൾ ബെത്ലഹേമിലേക്കാണ് പോയത്. നല്ല തണുപ്പായതുകൊണ്ട് ഞാൻ കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കി എടുത്തായിരുന്നു. എൻ്റെ മനസ്സ് വായിച്ചിട്ട് എന്ന പോലെ ചേച്ചി കുറച്ച് പരിപ്പ് വട ഉണ്ടാക്കിക്കൊണ്ട് വന്നു. അങ്ങനെ ചെന്ന പാടെ ഞങ്ങളത് കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ നേറ്റിവിറ്റി ചർച്ചിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് അവർ പറഞ്ഞു, ആദ്യം നിങ്ങൾ മിൽക്ക് ഗ്രോട്ടോയിൽ പോയിട്ട് വാ, അല്ലെങ്കിൽ അതിപ്പോൾ അടയ്ക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ അവിടുന്ന് മിൽക്ക് ഗ്രോട്ടോയിലേക്ക് നടന്നു പോവുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ മാത്രമല്ല, വേറെ കുറച്ച് ആളുകൾ, എനിക്ക് തോന്നുന്നു അവരൊക്കെ എത്യോപ്യൻസും അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. അങ്ങനെ കുറേ ആളുകളും കൂടെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അവരൊക്കെ വലിയൊരു ഗ്രൂപ്പായിട്ടാണ് വന്നത്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ 4-5 പേരുമായിട്ട് ഞങ്ങൾ ചെന്നത്. അങ്ങനെ അവിടെ കുറച്ച് ആൾക്കാരെയൊക്കെ വേറെയും കാണാൻ പറ്റി കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ദയാണ്ട് നമ്മുടെ മിൽക്ക് ഗ്രോട്ടോ അടച്ചേക്കുവാണ്. അപ്പം ഇതേ ബിജി ആകെ പുറത്ത് നിന്ന് പ്രാർത്ഥിച്ച് വിഷമിച്ച് പോരുവാണേ. മിൽക്ക് ഗ്രോട്ടോയിൽ പോയിട്ട് ഞങ്ങളെല്ലാവരും തിരിച്ചു പോരും. അവിടെ അടച്ചു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ പോരുക. അവിടെ വെച്ച് ഞങ്ങൾക്കൊരു ഗൈഡിനെ കിട്ടി. അയാളുടെ കൂടെ ഞങ്ങൾ നേറ്റിവിറ്റി ചർച്ചിലേക്ക് പോന്നു. ഞങ്ങളുടെ കൂടെ വേറെ 2 ആൾക്കാരും അവിടെ വെച്ച് കൂടി. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ ബെത്ലഹേം ദേവാലയം. അവിടെ 2-3 ഗൈഡുകളുണ്ട് നമുക്ക് കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് തരാൻ വേണ്ടി. ഈ കുഞ്ഞു വാതിലിൽ കൂടെ വേണം നമുക്ക് ഉള്ളിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കുനിഞ്ഞ് വേണം അതിനകത്തേക്ക് കിടക്കാൻ. ഇതൊരു വാതിൽ, പിന്നെ വേറൊരു വാതിലും കൂടെ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ നേരത്തെ ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ട്, അന്ന് നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഇതാണ് നമ്മുടെ ബെത്ലഹേം ദേവാലയം. ആ കാണുന്ന അൾത്താരയുടെ താഴെയാണ് നമ്മുടെ പുൽക്കൂട് ഉണ്ണീശോ ഉണ്ടായ സ്ഥലമൊക്കെ കേട്ടോ. അപ്പം വലത്ത് സൈഡിൽ കൂടെ കുറേ ആൾക്കാരവിടെ ക്യൂ നിൽപ്പുണ്ട്. ആ ഭാഗത്തൂടെ വേണം നമുക്ക് താഴേക്ക് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട്. ഈ അൾത്താരയുടെ താഴെ ഭാഗത്താണ് കേട്ടോ നമുക്ക് ഇറങ്ങിപ്പോയി ഉണ്ണീശോ ഉണ്ടായ സ്ഥലം കാണേണ്ടത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വലിയ തിരക്കൊന്നുമില്ല, അതുകൊണ്ട് എല്ലാവർക്കും ആവശ്യം പോലെ ഫോട്ടോ എടുക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ സമയം കിട്ടുന്നുണ്ട്. അങ്ങനെ ഞാനും നല്ലപോലെ ഒന്ന് പ്രാർത്ഥിച്ചു. പിന്നെ കുറച്ച് ഫോട്ടോയൊക്കെ അവിടെ നിന്ന് എടുത്തു കേട്ടോ. മറ്റ് വിശേഷങ്ങളുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാമേ. അപ്പോൾ എല്ലാവർക്കും ബായ്.